Today we are dealing with the topic sustainable cities. Okay. Improving the quality of life in a city, including ecological, cultural, political, institutional, social, and economic components, without leaving a burden on future generations. അല്ലെ, ഒരു സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെ, അതിലെ എല്ലാ കമ്പണൻസും ഒരുമിച്ച് ഒരുപോലെ സസ്റ്റൈനബിൾ ആയെങ്കിൽ മാത്രമാണ് ഒരു സസ്റ്റൈനബിൾ സിറ്റി എന്നുള്ളത് അല്ലെ. കൾച്ചറൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയാലും എല്ലാ കമ്പണൻസും ഒരുമിച്ച് ഒരുപോലെ ക്രോഡീകരിച്ച് പോകുമ്പോഴാണ് ഒരു സസ്റ്റൈനബിൾ സിറ്റി എന്നുള്ളത് എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കണ്ടംപററി ആയിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സിറ്റിയാണ് അല്ലേ. ദെൻ അതിൽ നിന്നാണ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നത്. അതാണ് സസ്റ്റൈനബിൾ സിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് എ സസ്റ്റൈനബിൾ സിറ്റി? എ സസ്റ്റൈനബിൾ സിറ്റി എൻഹാൻസസ് ദ എക്കണോമിക്, social, cultural, and environmental well-being of current and future generations. Sustainable cities, sometimes known as ecological or eco-cities, are settlements designed to have as little impact to the environment as possible. സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു സിറ്റി നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സസ്റ്റൈനബിൾ അല്ലല്ലോ അല്ലേ. പലതരത്തിലുള്ള ഇമ്പാക്ട്സ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്നുമില്ലാതെ ലെസ് ഇമ്പാക്ട് മാത്രം, കുറച്ച് ഇമ്പാക്ട് മാത്രം എൻവയോൺമെന്റിൽ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന സിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ സിറ്റീസ്, അല്ലെങ്കിൽ എന്ത് പറയാം, എക്കോ സിറ്റീസ്, അല്ലെങ്കിൽ എക്കോളജിക്കൽ സിറ്റി എന്നൊക്കെ പറയാം. Okay, these can be pre-existing cities that feature management directed towards reducing the inputs of the energy, water and food, and reducing the outputs of heat, water and air pollution, or they can be cities designed from scratch with these concerns in mind. അതായത് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു സിറ്റി ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന കാര്യം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇൻപുട്സ് നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസിങ് ദ ഇൻപുട്സ് ഓഫ് എനർജി ഇൻപുട്ട് റെഡ്യൂസ് ചെയ്യുക. അതായത് വാട്ടർ, ഫുഡ്, അതിൻ്റെയൊക്കെ എനർജി ഇൻപുട്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുള്ള ഒരു ഡിസൈനാണ് സസ്റ്റൈനബിൾ സിറ്റിക്ക് വേണ്ടത്. ഓക്കെ, അതായത് ഇൻപുട്സ്, അതിന് നമ്മൾ എന്താ ഒരു സസ്റ്റൈനബിൾ സിറ്റി ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻപുട്സ് ആവശ്യമാണ്. അപ്പോൾ അതിൽ ഈ എനർജി ഇൻപുട്സും വാട്ടർ ഇൻപുട്സ് ഒക്കെ നമ്മൾ കുറച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സിറ്റി ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സസ്റ്റൈനബിൾ സിറ്റീസ്: എ കൺട്രോൾഡ് പോപ്പുലേഷൻ ഫോർ ഹും ആഡക്വേറ്റ് മീനിങ് എംപ്ലോയ്മെന്റ് ഈസ് അവൈലബിൾ അല്ലെ. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സസ്റ്റൈനബിൾ സിറ്റീസിൽ ഉണ്ടാവുക? എ കൺട്രോൾഡ് പോപ്പുലേഷൻ ഫോർ ഹും ആഡക്വേറ്റ് മീനിങ് എംപ്ലോയ്മെന്റ് ഈസ് അവൈലബിൾ അല്ലെ. ഒരു ആഡക്വേറ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു സസ്റ്റൈനബിൾ സിറ്റി ആണെങ്കിൽ. Then adequate governance setup which can meet the needs of the population and ensures civic responsibilities, community participation, a sense of identity, transparency and equity in local institutions. അപ്പം ഒരു സസ്റ്റൈനബിൾ സിറ്റിയിൽ ഒരു നമ്മൾ സസ്റ്റൈനബിൾ അർബനൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 4 പില്ലേഴ്സ് ആണ് ഉള്ളത് അല്ലെ. എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ ആൻഡ് ഒരു ഗവേണൻസ് പറഞ്ഞു അല്ലെ. ഒരു ഗവേണൻസ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗവേണൻസ് വേണം എന്ന് പറഞ്ഞു, ഒരു ഗവൺമെന്റ്, അതായത് അങ്ങനെ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പബ്ലിക് ഫിഗർ നമുക്ക് ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് ഉണ്ടാകുന്ന ഒരു പബ്ലിക് ഒരു ഗവേണൻസ് എന്ന് പറയുന്നത് അതൊരു മസ്റ്റായിട്ട്, ഒരു സസ്റ്റൈനബിൾ സിറ്റി ആയിക്കോട്ടെ, സസ്റ്റൈനബിൾ അർബനൈസേഷന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗവൺമെന്റ്, അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അതായത് എല്ലാ റെസ്പോൺസിബിലിറ്റി, എല്ലാ പാർട്ടിസിപ്പേഷനൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ സിറ്റിയുടെ ഒരു കോമൺ ഒരു എന്താ പറയാ ഒരു കോ ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, then planned housing colonies with adequate infrastructure like schools, parks, drainage systems, local Medicare establishment അല്ലെ. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സസ്റ്റൈനബിൾ സിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം? പാർക്സ് വേണം, ഡ്രെയിനേജ് സിസ്റ്റം, ലോക്കൽ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, സ്കൂൾ, അങ്ങനെ വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് എന്ത് വേണം, നല്ലൊരു പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേണം ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ദെൻ എഫിഷ്യൻറ്റ് ബേസിക് സിവിക് ആമിനിറ്റീസ് ഫോർ എ റീസണബിളി കംഫർട്ടബിൾ എക്സിസ്റ്റൻസ്, ഒരു റീസണബിളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്.
Then, effective environmental infrastructure to address the issues of untreated sewage and waste polluting rivers, lakes, and coastal zones. പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് കൺസംഷന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. ഒരു സിറ്റി ആകുമ്പോൾ അവിടെ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും, വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അത് ആ വേസ്റ്റ് ഒക്കെ നമ്മൾ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേണം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. Then, empowerment of women and encouraging their participation in the political, social, and economic life of a city, and adoption of urban policies that take into account women's needs and initiatives. അല്ലെ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക, അവരുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് അല്ലെ. ഒരു ഇക്വാലിറ്റി അവിടെ ഫോം ചെയ്തെടുക്കണം. ഒരു സിറ്റി ആകുമ്പോൾ ഒരു ഇക്വാലിറ്റി അവിടെ ഫോം ചെയ്തെടുക്കണം. Then, an efficient healthcare system which would also address issues of nutrition, family planning, and sanitation. അല്ലെ, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടായിരിക്കണം അല്ലെ. എന്തിനൊക്കെ, ന്യൂട്രീഷൻ്റെ അല്ലെ, മാൽന്യൂട്രീഷൻസ്, അത് കുട്ടികൾക്കൊക്കെ മാൽന്യൂട്രീഷനൊക്കെ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതൊക്കെ മാനേജ് ചെയ്ത് അതൊക്കെ മോണിറ്റർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടായിരിക്കണം. Then, a mechanism in the form of a policy initiative for industrial dispersal to satellite township where better employment opportunities are created. അല്ലെ, ഇപ്പോൾ സസ്റ്റൈനബിൾ സിറ്റീസ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഒക്കെ കാര്യമായിട്ട് പല തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയാം. Then, development of an efficient urban private sector, both formal and non-formal, which reduces poverty by generating jobs that and helping in economic growth. അല്ലെ, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഒരു അർബൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത് മൂലം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ സാഹചര്യത്തിൽ അവിടെ കൂടുതലും ധാരാളമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കും അല്ലെ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ പോവേർട്ടി റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് അതിനോട് സാധിക്കും. സസ്റ്റൈനബിൾ സിറ്റീസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിറ്റീസ്. അപ്പം ഇപ്പോൾ നമ്മുടെ നിലവിൽ ലോകത്ത് പറയപ്പെടുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിറ്റീസ് രണ്ട് എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ആണ് പറയുന്നത്. ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി നിങ്ങൾ പറയുന്നതാണ്. ഇത് മാത്രമല്ല, ധാരാളം സിറ്റീസ് ഇപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ധാരാളം സിറ്റീസ് നമ്മുടെ വേൾഡിലുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രം കാണിക്കാന്ന് മാത്രം. ഓക്കെ, വൗബാൻ, ഫ്രീബർഗ്, ജർമ്മനി. ജർമ്മനിയിലുള്ള വൗബാൻ സിറ്റി. Vauban is a new neighborhood of 5,000 inhabitants and 600 jobs, 4 kilometers to the south of the town center in Freiburg, Germany. It was built as a sustainable model district on the site of a former French military base and is named after Sébastien Le Pasteur de Vauban, the 17th century French marshal who built fortifications in Freiburg while the region was under French rule. അപ്പം ഫ്രീബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെ, ആ ഫ്രഞ്ച് റൂളിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. 17th സെഞ്ചുറിക്ക് ശേഷം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സസ്റ്റൈനബിൾ മോഡൽ സിറ്റി ആയിട്ട് ഡിസൈൻ ചെയ്ത് അത് ഒരു സസ്റ്റൈനബിൾ മോഡൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. Then, construction was begun in the middle of 1990s and by the beginning of 2001 2000 people had moved in. ഓക്കെ, അപ്പം ഇതിന്റെ കൺസ്ട്രക്ഷൻ, ഈ ഒരു സിറ്റിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളത് 1990s തന്നെ, ഇതിന്റെ മിഡിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു കുറച്ച് അതിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫിഗർ ഇവിടെ കാണാൻ പറ്റുന്നത് വോബാൻ സിറ്റിന്റെ ഒരു ഫിഗറാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വോബാൻ സിറ്റിയാണ് വോബാൻ സിറ്റി എന്ന് പറയുന്നത് ജർമ്മനിയിലെ. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റുന്നുണ്ടാവും. സസ്റ്റൈനബിൾ ആണെന്ന് പറയാൻ കാരണം എന്താ, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാകും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതായിരിക്കും, എക്കോ ഫ്രണ്ട്ലി ബിൽഡിങ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതൊക്കെയാണ് സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. Then, another example for sustainable development city is Calgary. Calgary is a city in the province of Alberta, Canada.
It is located in south of province in an area of foothills and prairie, approximately 80 kilometers east of the front ranges of Canadian Rockies. Canadian Rockies ഒരു ഈസ്റ്റ് ആയിട്ട് ഒരു 80 കിലോമീറ്റേഴ്സിൽ കാണുന്ന ഒരു സിറ്റിയാണ് കാൽഗറി എന്ന് പറയുന്നത്. The city is located in the grassland regions of Alberta. In 2006, the city of Calgary had a population of 9,88,193, making it the third largest municipality in the country and largest in Alberta. The entire metropolitan area had a 2006 population of 10,79,310, making it the fifth largest census metropolitan area in the Canada. In 2009, Calgary's metropolitan population was estimated at 12,30,248, raising its rank of fourth largest CMA in Canada. Okay. Located, ഇത് ജനറൽ അവയർനെസ്സിന് പറയുന്നുണ്ട്, കുറച്ച് ഹിസ്റ്ററി മാത്രം പറയുന്നതാണ് കേട്ടോ, അതിന്റെ കണക്കൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് അതിന്റെ ഒരു ഇത് പറയുന്നത്. Located 249 kilometers south of Edmonton, Statistics Canada defined the narrowly populated area between these cities as the Calgary-Edmonton corridor. ഓക്കെ, അതിന്റെ ഇടയിലുള്ള ഒരു സിറ്റി, ഒരു ഇത് പറയുന്ന പേരാണ് കാൽഗറി എഡ്മണ്ടൺ കോറിഡോർ. ഇതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് കളയാട്ടോ, ജസ്റ്റ് എക്സാമ്പിൾ മാത്രമല്ല. കാൽഗറി, കാനഡയിലെ കാൽഗറിയും ജർമ്മനിയിലെ വൺ സിറ്റി, അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ സിറ്റിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കാം. ദ സിറ്റി ഈസ് ലാർജ് ഇൻ ഫിസിക്കൽ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് inner city surrounded by communities of various density. Unlike most cities with a sizable metropolitan area, most of Calgary's suburbs are incorporated into the city proper. Calgary maintains a major street network and a freeway system. അപ്പോൾ അതിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, അതായത് സസ്റ്റൈനബിൾ ആയിട്ട് അതിന് തിരഞ്ഞെടുക്കാനുള്ള കുറച്ച് ഒരു വൈഡ് ഏരിയ, ഒരു ഫിസിക്കൽ ഏരിയ ഉണ്ട് അതിന്. അതായത് വൈഡ് ഏരിയയിലുള്ള ഒരു വലിയൊരു സിറ്റിയാണെന്ന് പറയുന്നത് കാൽഗറി എന്ന് പറയുന്നത്. Calgary maintains a major streets network and a freeway system. അത് പലതരത്തിലുള്ള സ്ട്രീറ്റ്സിന്റെ നെറ്റ്വർക്ക് ഉണ്ടാവും കാൽഗറിയിൽ, പക്ഷെ എന്തുണ്ടാവും, ഫ്രീവേ സിസ്റ്റം. അതിന്റെ നെറ്റ്വർക്ക്, ആ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഫ്രീവേ സിസ്റ്റം ആണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ സിറ്റിയിലുള്ളത് അല്ലെ, കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഒന്നിൽ നിന്നൊന്ന് മൂവ് ചെയ്യുമ്പോഴേക്കൊരു വൃത്തിഹീനമായിട്ടുള്ള വേയിലൂടെയും പാത്തിലൂടെയൊക്കെ വേണം നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്രീവേ സിസ്റ്റം ഉണ്ട്. ഒരു വേയിൽ നിന്ന് അടുത്ത വേയിലേക്ക് ഒരു ഫ്രീവേ സിസ്റ്റം ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Much of the system is on the grid where roads are numbered with avenues running east west and streets running north south. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പാത്തിന് അല്ലെ റോഡ്സിനൊക്കെ നമ്പർ ചെയ്തിട്ടുണ്ട്. അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കും സൗത്തിൽ നിന്ന് നോർത്തിലേക്കുള്ള റോഡ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. റോഡ്സ് ഇൻ predominantly residential areas as well as freeways and expressways do not generally conform to the grid and are usually not numbered as a result. Okay. However, it is a developer and city convention in Calgary that non-numbered streets within a new community have the same name prefix as the community itself, so that streets can more easily be located within the city. അപ്പോൾ ഒരു ഈ റോഡിന് നമ്പർ കൊടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ റോഡിന് നെയിമിങ് ചെയ്തിട്ടുള്ള തന്നെ ഒരു സ്ട്രീറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്പറിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഒരു സ്ട്രീറ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ നമ്പറിങ് സിസ്റ്റത്തിലൂടെ പറ്റും. ഓക്കെ. And Calgary Transit provides public transportation services throughout the city with buses and light rails. Calgary's rail system, known as C-Train, was one of the first such a system in North America. ഓക്കെ, അപ്പോൾ കാൽഗറിയിൽ കൂടുതലായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ്, സർവീസസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എടുത്ത് പറയേണ്ടത് ബസ് സർവീസും ലൈറ്റ് റെയിൽ സർവീസുമാണ്. അപ്പോൾ അതിൽ ലൈറ്റ് റെയിൽ സർവീസിനെ നമ്മൾ അവിടെ പറയപ്പെടുന്ന പേരെന്ന് പറയുന്നത് C-Train എന്നാണ്. ആ C-Train എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫസ്റ്റ് സച്ച് സിസ്റ്റം ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ തന്നെയുള്ള അതുപോലെയുള്ള ഒരു റെയിൽ സിസ്റ്റത്തിൽ എടുത്തു പറയപ്പെടുന്ന ഒന്നാണ്. ഓക്കെ. Then other problems, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മളൊരു സസ്റ്റൈനബിൾ സിറ്റി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് നോക്കാം. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ, അതായത് വേസ്റ്റ് മാനേജ്മെന്റ്. റിഡക്ഷൻ ഇൻ വെജിറ്റേഷൻ അല്ലെ, വെജിറ്റേഷൻ റിഡക്ഷൻസ് ഉണ്ടാകും
അല്ലെ, അതായത് നമുക്ക് ഫാമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറവ്. ദെൻ ഇമ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, എനർജി ആൻഡ് മെറ്റീരിയൽസ്. ദെൻ നോയ്സ് പൊല്യൂഷൻ, climate impacts, urban heat islands, then impacts on surrounding rural areas. അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഒരു സിറ്റി ഉണ്ടാകുമ്പോൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത്, അല്ലെ. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ മോസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന പ്രോബ്ലംസ് ആണ്, അല്ലെ, ഒരു സിറ്റിയിൽ. റിഡക്ഷൻ ഇൻ വെജിറ്റേഷൻ, ഒരു റൂറൽ ഏരിയയിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള വെജിറ്റേഷൻ നമുക്ക് ഉണ്ടാക്കും, അല്ലെ. സിറ്റി ഏരിയയിലാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇമ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, എനർജി ആൻഡ് മെറ്റീരിയൽസ്, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്തെടുക്കണം. നോയ്സ് പൊല്യൂഷൻസ്, ക്ലൈമറ്റ് ഇമ്പാക്ട്സ് ഓൺ സറൗണ്ടിങ് റൂറൽ ഏരിയാസ്, അല്ലെ. ഒരു സിറ്റിയിലൂടെ അതിന് സറൗണ്ടഡ് ആയിട്ടുള്ള ചുറ്റുപാടത്തുള്ള റൂറൽ ഏരിയാസിന് വളരെയേറെ ഇമ്പാക്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഹൗ ക്യാൻ ദി സസ്റ്റൈനബിൾ സിറ്റി ബി അച്ചീവ്, നമുക്ക് എങ്ങനെ ഒരു ട്രഡീഷണൽ സിറ്റീനെ ഒരു സസ്റ്റൈനബിൾ സിറ്റി ആക്കിയിട്ട് മാറ്റാൻ പറ്റും നോക്കാം. കോമ്പാക്ട് അർബൻ ഫോം, പെർമിറ്റ് ഹയർ അർബൻ ഡെൻസിറ്റീസ് ത്രൂ സോണിങ്. എന്ത് ചെയ്യാം, സോണിങ് കൊടുക്കാം. അതായത് ഓരോ സ്ട്രീറ്റ് നമുക്ക് സോൺ ചെയ്തെടുക്കാം. സോൺ ചെയ്താന്ന് പറഞ്ഞാൽ, അല്ലെ, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെറ്റ് അർബൻ ഗ്രോത്ത് ബൗണ്ടറീസ്. Urban land consumption very often occurs on the highest quality lands, അല്ലെ. ഒരു അർബൻ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. ഒരു അർബൻ ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയിൽ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത്, പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ മിനിമൈസ് കൺവേർഷൻ ഓഫ് നാച്ചുറൽ ലാൻഡ്സ് ടു അർബൻ യൂസ്, അല്ലെ. എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മിനിമൈസ് കൺവേർഷൻ ഓഫ് നാച്ചുറൽ ലാൻഡ് ടു അർബൻ. അപ്പം അർബൻ ഒരു സിറ്റി ഒരു സിറ്റി ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ലാൻഡ്സ് യൂസ് ചെയ്യാതെ, അല്ലെ, അതായത് മിസ്യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ. ലാൻഡ് കൂടുതലായിട്ട് ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആയിട്ട്, അതിനൊക്കെ പകരം നമുക്ക് അങ്ങനെയുള്ള ലാൻഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫ്ലോർ ആയിട്ട് നമുക്ക് ഒരു 4 നില കെട്ടിടം, ഒരു 5 നില കെട്ടിടമൊക്കെ ആയിട്ട് ബിൽഡിങ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെ, ടോപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാൻഡ് അവിടെ സേവ് ചെയ്യാൻ, അല്ലെ, ലാൻഡ് സ്പേസ് നമുക്ക് അവിടെ സേവ് ചെയ്യാനും അത് വെജിറ്റേഷനും വേറെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിൽഡിങ്സ് ഒക്കെ വൈഡ് ആയിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് അവിടെ മുറ്റം, അതിന്റെ ചുറ്റുപാടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എൻവയോൺമെന്റ് എന്ന് പറയുന്നതിന് ചുറ്റുപാടുള്ള യാർഡ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, അല്ലെ. വൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബിൽഡിംഗ് തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ചുറ്റുപാടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് നിലകളായിട്ട് മുകളിലേക്ക് എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരം സ്പേസ് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി, വെജിറ്റേഷനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഗ്രീൻ ബെൽറ്റ് ദ വർക്ക് ബൈ റിഫ്യൂസിങ് ടു പെർമിറ്റ് ലീഫ് ഫ്രോഗ് ഡെവലപ്മെന്റ്. അത് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്, ഗ്രീൻ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്, അതായത് ഒരു എൻവയോൺമെന്റിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബെൽറ്റ്, അതാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻവയോൺമെന്റിൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഹ്യൂമൻ സ്കെയിൽ ഗിവ്സ് പ്രയോറിറ്റി ടു ദ പെഡസ്ട്രിയൻ, അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെ, വെഹിക്കിൾസിൽ പോകുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മൾ പെഡസ്ട്രിയൻ എന്ന് പറയുന്നത് വൺ ഹു വാക്സ് അലോങ് വിത്ത് ഫുഡ്, അല്ലെ. നമ്മൾ കാൽനട യാത്രക്കാരനെയാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കാം. Then mixed use, increase the efficiency of human interactions in space, transactional intensity is facilitated, minimizes the travel times and commuting times, and therefore reduces the waste of time and non-renewable resources, അല്ലെ. അതായത് ഹ്യൂമൻ ഇന്ററാക്ഷൻസ് കൂട്ടുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ്, ഒരു സസ്റ്റൈനബിൾ സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം ആ ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും, അതിന് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഷോപ്പ്, അവർക്ക് സാധനം വാങ്ങിക്കാനുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും, അല്ലെ. അപ്പോൾ ഒരാൾ ഒരു താമസിക്കുന്ന സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യണം, ദൂരത്താണെങ്കിൽ, അല്ലെ. അപ്പോൾ അടുത്തുള്ളൊരു സ്ഥലത്താണെങ്കിൽ ആ ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യുന്നതും അതുവഴി ഫ്യൂവൽ ബേൺസ് നമുക്ക് കുറയ്ക്കാനായിട്ടും നോൺ റിന്യൂവബിൾ സോഴ്സസിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെ. നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ടടുത്താണെങ്കിൽ നമുക്ക് വാഹനം എടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാൽനടയായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ലാഭങ്ങൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ, അല്ലെ,
ഉപയോഗം യൂസ് നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. അതുവഴി തന്നെ അതിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ഈ ഇമ്പ്യൂരിറ്റീസ് അല്ലെ, എയറിലൊക്കെ വരുന്ന ഇമ്പ്യൂരിറ്റീസ് നമുക്ക് തടയാനായിട്ടും അതുവഴി പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ദെൻ ത്രൂ സോണിങ് ഇന്റഗ്രേറ്റ് കൊമേഴ്ഷ്യൽ, റീറ്റെയിൽ, recreational and traditional land uses on individual land parcels. സോണിങ് ചെയ്യാന്നുള്ളത് ഓരോന്നിനും ഓരോരോ സോണായിട്ട് സെപ്പറേറ്റ് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളതും ഒരു സസ്റ്റൈനബിൾ സിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേ ആണ്. ഓക്കെ, ഹൗ ക്യാൻ ദ സസ്റ്റൈനബിൾ സിറ്റി ബി അച്ചീവ്ഡ്? അതിന് കുറച്ചും കൂടെ എൻ്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. നോൺ പൊല്യൂട്ടിംഗ് ഫോംസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, മിനിമൈസസ് ഇമ്പാക്ട്സ് ഓൺ അർബൻ എയർ ക്വാളിറ്റി. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു എയർ ക്വാളിറ്റിയുടെ, അർബൻ എയർ ക്വാളിറ്റി നമുക്ക് അതിൻ്റെ ഇമ്പാക്ട്സ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുക. സ്ട്രെസ് വാക്കിംഗ് അല്ലേ, ദെൻ ബൈക്കിംഗ്, പബ്ലിക് ട്രാൻസിറ്റ് ആൻഡ് ലൈറ്റ് ട്രെയിൽസ്. ഇതുകൊണ്ട് അല്ലേ നമുക്ക് പെഡസ്ട്രിയൻ, നമുക്കൊരു കാൽനടയായിട്ട് യാത്ര ചെയ്യുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് സൈക്ലിംഗ് ഒക്കെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി വരുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുവഴി അല്ലെ ട്രാൻസ്പോർട്ടേഷൻസിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള അല്ലെ പെഡസ്ട്രിയൻ പ്രൊവൈഡ് പെഡസ്ട്രിയൻ ആൻഡ് സൈക്ലിംഗ് നെറ്റ്വർക്ക്സ്. സൈക്ലിങ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഈ പൊല്യൂഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രിസർവേഷൻ ഓഫ് ഓപ്പൺ സ്പേസ് ഓർ ഗ്രീൻ സ്പേസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഗ്രീൻ സ്പേസ് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്? Then provide a system of urban parks, connected systems of green spaces, extensive trees and landscaping. അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അർബൻ പാർക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ അവിടെ തന്നെ കണക്റ്റഡ് സിസ്റ്റം ഓഫ് ഗ്രീൻ സ്പേസസ് അല്ലെ, ഒരു എൻവയോൺമെന്റിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കൂടുതൽ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു പാർക്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതെന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ സ്പേസും ആയിട്ടുള്ള അത് അല്ലെ നമ്മുടെ ചുറ്റും, നമ്മുടെ ബിൽഡിങ്ങിന് ചുറ്റും, നമുക്ക് ഒരു സിറ്റിക്ക് ചുറ്റും നമുക്ക് കൂടുതൽ ഏരിയ ഉണ്ട്. ആ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ആ ഗ്രീൻ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ, വേസ്റ്റ് ആയിട്ട് നമ്മൾ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന തരത്തിലുള്ള ലാൻഡ് ഒക്കെ നമുക്ക് ഒരു അർബൻ പാർക്കായിട്ട് അല്ലെ, ഒരു അർബൻ പാർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ green the concrete jungle and connect the open space system to water. ഓപ്പൺ സ്പേസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, വാട്ടർ ആയിട്ട് കണക്ട് ചെയ്യാം. മുനിസിപ്പൽ ലാൻഡ് ബാങ്കിങ്, കൺസർവേഷൻ, ഈസ്മെന്റ്, ലാൻഡ് ട്രസ്റ്റ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പൊ അതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പൊതുവായിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള ഇതുപോലുള്ള ലാൻഡ്സ്കേപ്സ് ഒക്കെ ലാൻഡ് സ്പേസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ് സ്പേസസ് ഒക്കെ നമുക്ക് പല രീതിയിലുള്ള, അതിന് ഓരോ വേർഡ്സ്, ഗ്രീൻ കോൺക്രീറ്റ് ജംഗിൾ എന്നൊക്കെ പറയുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് അതിന്റെ ബാലൻസിങ്, എക്കോ ഫ്രണ്ട്ലി എൻവയോൺമെന്റിൽ യാതൊരു ഇമ്പാക്ട് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള പബ്ലിക് സ്പേസും ഗ്രീൻ സ്പേസ് ഒക്കെ നമുക്ക്, ഓപ്പൺ സ്പേസ് ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ എൻവയോൺമെന്റൽ റീഹാബിലിറ്റേഷൻ contributes to environmental quality and human health, enhances biomass productivity of urban areas. എങ്ങനെയൊക്കെയാ നോക്കാം. ന്യൂട്രലൈസ്, റീപ്ലാന്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് അല്ലെ, നമ്മൾ പറഞ്ഞു നാച്ചുറലൈസ്, റീപ്ലാന്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. നാച്ചുറലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതുപോലുള്ള ഓപ്പൺ സ്പേസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് നാച്ചുറലൈസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാളും കൂടുതൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. പിന്നെ റീപ്ലാന്റ് ചെയ്യാം, പിന്നെ ലാൻഡ്സ്കേപ്പിംഗ്. ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, മെത്തേഡ്സ് ആണ്. റീകൺസ്ട്രക്ട് വാട്ടർ സോഴ്സസ് ദാറ്റ് ഹാവ് ബീൻ ബറീഡ് അല്ലെ, വാട്ടർ സോഴ്സസ് എന്തെങ്കിലും മൂടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വാട്ടർ സോഴ്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഓവുചാല്, ഉറവ അല്ലെ, ഉറവയൊക്കെ ബണ്ടിൽസ് ഒക്കെ കെട്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ബിൽഡിങ്സ് ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് കെട്ടുന്നത് അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
വയലൊക്കെ നികത്തിയിട്ടാണല്ലോ ഇപ്പൊ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊക്കെ പകരം അങ്ങനെ എന്തെങ്കിലും മൂടപ്പെട്ടിട്ടുള്ള ബറി ചെയ്തപ്പെട്ടിട്ടുള്ള വാട്ടർ സോഴ്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യാം അല്ലെ. അതൊക്കെ കൊണ്ടാണ് കൂടുതലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. അതൊക്കെ നമുക്കറിയാലോ. നമ്മൾ ഈ ഭൂമിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലുള്ള പിന്നെ കൂടുതലായിട്ട് ബിൽഡിങ്സ് അതൊക്കെ മൂടും. അതിൻ്റെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേ ഉണ്ട്, അതൊക്കെ ഒഴുകാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വേ ഉണ്ട്. അതിനൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ മണ്ണിട്ട് മൂടിയിട്ടാണ് ഇതിന് മുകളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനൊന്നും പോകാൻ ഇടവില്ല. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വേയിൽ അതിന് സഞ്ചരിക്കാൻ ഇടവില്ലാത്തത് കൊണ്ടാണ് ഫ്ലഡും അതുപോലെ എർത്ത് ക്വേക്സ് എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ പിന്നീട് ഉണ്ടാവുന്നത്. അപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എൻവയോൺമെന്റിൽ ഇമ്പാക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ബറി ചെയ്യപ്പെട്ടിട്ടുള്ള വാട്ടർ സോഴ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, റീകൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതും ഒരു സസ്റ്റൈനബിൾ സിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ക്ലീൻ അപ്പ് ദ സിറ്റി അത് പറയേണ്ട കാര്യമില്ല. ക്ലീൻ ചെയ്യുക എന്നുള്ളത്, ഒരു സിറ്റി ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. റിസോഴ്സ് കൺസർവേഷൻ, പ്രൊമോട്ട് വാട്ടർ പ്രൈസിങ് ആൻഡ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ് അല്ലെ. ഇപ്പം വെള്ളമൊക്കെ സിറ്റീസിലൊക്കെ അവൈലബിലിറ്റി കുറവാകുന്ന സമയത്ത് അതൊക്കെ പൈസ കൊടുത്ത് പിന്നെ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം എന്ത് ചെയ്യുക, അതൊക്കെ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടറിനൊക്കെ വളരെ പ്രഷ്യസ് ആയിരിക്കും. വില കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മൂല്യം ഉണ്ടാകും അല്ലെ. പൈസ കൊടുത്ത് വാങ്ങുന്നതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൂല്യമുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന് മൂല്യം ഇല്ലാതിരിക്കുക. ഇതുപോലെയുള്ള റിസോഴ്സസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് ആക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, വാട്ടർ പ്രൈസിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക ആൻഡ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. ദെൻ പ്രൊമോട്ട് പബ്ലിക് ട്രാൻസിറ്റ് അല്ലെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. ദെൻ റിക്വയർ ആന്റി ഇറോഷൻ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഓർ അപ്ലയൻസസ് ഓൺ അർബൻ സ്ട്രീം എംബാങ്ക്മെന്റ്സ്. അപ്പം ആന്റി ഇറോഷൻ ലാൻഡ്സ്കേപ്സ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. മിനിമൈസ് കൺസംഷൻ ഓഫ് പ്രൈം അഗ്രികൾച്ചറൽ ലാൻഡ്സ് എക്സെട്ര. അപ്പം അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന ലാൻഡ്സ് ഒക്കെ നമ്മൾ ഒരു മിനിമൈസ് ചെയ്ത് നമുക്ക് മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ 3Rs അറിയാലോ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. എന്തെങ്കിലും പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറച്ച് അല്ലെ, നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് തന്നെ അത് തന്നെ പിന്നെ വീണ്ടും യൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് സസ്റ്റൈനബിൾ സിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സിറ്റീനെ സസ്റ്റൈനബിൾ സിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Sustainable economic development has become the world's political objective to combat the intensified environmental problems and especially the non-reversible degradation of the natural environment. Sustainable development suggests a framework for the development of economic systems that respect the limits set by the natural environment. In this context, the examination of the pattern of sustainable development in the urban system becomes now all the more important. The intensive presence of the humans in the urban system acts de facto means for a പെർട്ടിക്കുലർ ഹ്യൂമൻ ഓറിയന്റഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു സിറ്റി എന്നുള്ളത് കൂടുതലായിട്ടും നമ്മുടെ എൻവയോൺമെന്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റൂറൽ ഏരിയാസിൽ നിന്നേക്കാളും കൂടുതലായിട്ടുള്ള പൊല്യൂഷൻസ് ഒക്കെ കൂടുതലും ഇമ്പാക്ട്സ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സിറ്റീസിലാണ് അല്ലെ. പൊല്യൂഷൻസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് സിറ്റിയിലാണ് അല്ലെ. സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ വരുന്ന എയറിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ പണ്ട് തന്നെ ഇപ്പൊ മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ പലരും സിറ്റീസിലേക്ക് പോകുന്ന സമയത്ത് മാസ്ക് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അത്രയും ഡസ്റ്റ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് അത് വരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് പകരം ഓരോരുത്തരും പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഓരോന്നിൽ നിന്ന് വരുന്ന പുക അല്ലെ, സ്മോക്ക് ഒക്കെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഈ വേൾഡ് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പലതരത്തിലും ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി വരുന്ന ഇമ്പാക്ട്സ് ഒക്കെ അവിടെ താമസിക്കുന്ന അവിടെയുള്ള ആൾക്കാരിലേക്കാണ് അതിന് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടും പല രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ പൊല്യൂഷൻസ് മനുഷ്യർക്ക് മാത്രമല്ല പരിസ്ഥിതിക്കും കൂടെ കൂടുതൽ ദോഷകരമായിട്ടുള്ള രീതിയിൽ സിറ്റീസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സസ്റ്റൈനബിൾ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടത് നമ്മുടെ സിറ്റീസിനെ തന്നെയാണ് അല്ലെ. അപ്പൊ സിറ്റീസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, സസ്റ്റൈനബിൾ ആക്കി കൊണ്ടുവരാം.
എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മൊത്തത്തിലുള്ളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാധ്യമാകുകയുള്ളൂ. ഓക്കെ, കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ആയിട്ടൊരു സിറ്റി ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ റിസോഴ്സ് കൺസംഷൻസ് ഒക്കെ കുറയ്ക്കുക, നാച്ചുറൽ റിസോഴ്സസിന്റെ കൺസംഷൻസ് കുറയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ റിസോഴ്സസിനെ തടസ്സപ്പെടുത്തിയിട്ടാണ് ബിൽഡിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാട്ടർ റിസോഴ്സസിനെ എന്ത് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സോണിങ് കാര്യങ്ങൾ നടത്തുക. സോണിങ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പാർട്ടീഷൻ ചെയ്യുക. എല്ലാം മിക്സ്ഡ് ആയിട്ടല്ല, ഒരുമിച്ച് ഒന്നുമല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനിന് പകരം എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടുള്ള, അല്ലെ, ഇപ്പം ബിൽഡിങ്സ് ആണെങ്കിൽ ഒരു ഭാഗത്ത്, അതിനടുത്ത് തന്നെ ഹോസ്പിറ്റൽ, അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സോണിങ് ചെയ്യുമ്പം അല്ലെ കൂടുതലായിട്ടുള്ള ഇങ്ങനെ കൺജസ്റ്റഡ് ആയി പോവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ, ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന, അതൊരു ഒരു ട്രഡീഷണൽ ആയിട്ട് സിറ്റീനെ ഒരു സസ്റ്റൈനബിൾ സിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വഴി നമുക്ക് കൂടുതലായിട്ടുള്ള ഫ്യൂവൽ ബേൺസ്, അതുവഴി വരുന്ന പൊല്യൂഷൻസ് ഒക്കെ നമുക്ക് പല രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.